ഹായ് എവരിവൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പുതിയൊരു ഭാഗമാണ് കേണൽ ഓഫ് എ ഹോമോമോർഫിസം. നമ്മളിതുവരെ പഠിച്ചത് എന്താണ് ഹോമോമോർഫിസം, എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി എന്താണ് കേണൽ ഓഫ് എ ഹോമോമോർഫിസം എന്നാണ് പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണെന്ന് പറയാം. നമ്മൾ ജി ഡാഷ് രണ്ട് ഗ്രൂപ്പുകളാണ്. ജിന്ന് ജി ഡാഷിലേക്കുള്ള ഒരു ഹോമോമോർഫിസാണ് ഫൈ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ആരുണ്ടാവും, ഐഡന്റിറ്റി ഉണ്ടാവും. ജി ഡാഷിനകത്ത് ഐഡന്റിറ്റി ഇവിടെ ഉണ്ടാവും അല്ലെ, രണ്ട് എലമെന്റ്സ്. ജിയുടെ ഐഡന്റിറ്റി ഇ, ജി ഡാഷിനകത്ത് ഐഡന്റിറ്റി ഇ ഡാഷ്. അങ്ങനെയാണെങ്കിൽ പക്ഷേ ഇതിനകത്തെ കുറേ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങോട്ട് മാപ്പ് ചെയ്യുന്നുണ്ടാവും. ഇ എന്തായാലും ഇ ഡാഷിലേക്കാണ് മാപ്പ് ചെയ്യുക അല്ലേ. ബാക്കി ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ എന്തുണ്ടാവും, ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടാവും. ഒരു എക്സ് വൈ സെഡ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇങ്ങനെ കുറേ ആൾക്കാരെ എവിടേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടാവും, ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെന്റ്സിന്റെ കളക്ഷനെ നമ്മൾ കേണൽ എന്ന് വായിക്കാം. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യ കേർ. ഓക്കെ, കേണൽ എന്നാണ് പറയുക. ഡിനോട്ട് ചെയ്യുക എന്താണ്, കെർ ഫൈ, കേണൽ ഫൈ എന്ന് വായിക്കണം. കേണൽ ഫൈ എന്ന് പറഞ്ഞാൽ the set of all x belongs to G such that phi of x equal to E dash. Okay, G ഡാഷിനകത്ത് ഐഡന്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന എക്സുകളുടെ കളക്ഷൻ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ എലമെന്റ്സിനെയാണോ, ഏതൊക്കെ എലമെന്റ്സ് ആണോ അപ്പോൾ എക്സ് ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, കെർ ഫൈക്കകത്ത് ആരുണ്ടാവും, എക്സ് ഉണ്ടാവും. വൈ എന്നത് ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ കേണൽ ഫൈക്കകത്ത് വൈ ഉണ്ടാവും. ഇ എന്നത് ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യും, അപ്പോൾ കേണൽ ഫൈക്കകത്ത് ഇ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഏതൊക്കെ എലമെന്റ്സ് ആണോ, ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇവിടെ ഇ ഡാഷ് ഉണ്ട്, 1 2 3 4 നാല് എലമെന്റ്സ് എടുത്തു, 1 3 4. സോ ഇങ്ങനെയാണ് നമ്മളെ ഒരു ഹോമോമോർഫിസം തന്നെങ്കിൽ നമുക്ക് പറയാം ദ കേണൽ ഫൈ, ഫൈ ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഫൈ എന്നാണ് ഇവിടുത്തെ ഫംഗ്ഷൻ എങ്കിൽ കേണൽ ഫൈ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും, ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെന്റ്സ് അതാരൊക്കെയാണ്, 1 3 4. ഓക്കെ, അപ്പോൾ കേണൽ ഫൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്, സെറ്റ് 1 2 4 1 3 4 2 4 എവിടേക്കാണ് മാപ്പ് ചെയ്യുന്നത്, വേറെ ഏതോ ഒരു എലമെന്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ 2 എന്തിലുണ്ടാവില്ല, കേണൽ ഫൈയിൽ ഉണ്ടാവില്ല. അപ്പോൾ കേണൽ ഫൈ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെന്റ്സിന്റെ കളക്ഷൻ. ഓക്കെ, അതാണ് അതിന്റെ ഡെഫിനിഷൻ ആണ് ഇനി പഠിക്കുന്നത്. ലെറ്റ് ഫൈ ഫ്രം ജി ടു ജി ഡാഷ് ബി എ ഹോമോമോർഫിസം ഓഫ് എ ഗ്രൂപ്പ് ജി ഇൻടു എ ഗ്രൂപ്പ് ജി ഡാഷ്. ജി എന്ന ഗ്രൂപ്പിൽ നിന്ന് ജി ഡാഷ് എന്ന ഗ്രൂപ്പിലേക്കുള്ള ഒരു ഹോമോമോർഫിസം ആണ് ആര്, ഫൈ. അങ്ങനെയാണെങ്കിൽ ദ സബ് ഗ്രൂപ്പ് ഫൈ ഇൻവേഴ്സ് ഓഫ് ഇ ഡാഷ്, അത് ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെന്റ്സിന്റെ ഇൻവേഴ്സ് ഇമേജസ്. ഓക്കെ, അത് ഗ്രൂപ്പാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇ ഡാഷ് എന്നുള്ളത് ഏത് ഗ്രൂപ്പിന്റെയും ഒരു ട്രിവിയൽ സബ് ഗ്രൂപ്പാണ്, ഐഡന്റിറ്റി മാത്രമുള്ളത്. അപ്പൊ ജിയുടെ ഒരു ട്രിവിയൽ സബ് ഗ്രൂപ്പാണ് ആര്, ജി ഡാഷിന്റെ ട്രിവിയൽ സബ് ഗ്രൂപ്പാണ് ആര്, ഇ ഡാഷ്. അപ്പോൾ അതിന്റെ ഇൻവേഴ്സ് ഇമേജ് എന്തായിരിക്കും, ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. നമ്മൾ ഇന്നലെ പ്രോപ്പർട്ടീസിൽ പഠിച്ചു. ഓക്കെ, കോഡൊമൈനകത്ത് ഒരു സബ് ഗ്രൂപ്പ് കെ എടുത്താൽ അതിന് ഇൻവേഴ്സ് ഇമേജ്, അത് ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ഡാഷ് എന്തായിരിക്കും, സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അത് ഉണ്ട് ഫൈ ഇൻവേഴ്സ് ഓഫ് ഇ ഡാഷ് എന്നുള്ളത് സബ് ഗ്രൂപ്പാണ്. ഫൈ ഇൻവേഴ്സ് ഓഫ് ഇ ഡാഷ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഡാഷ് ഈസ് എ ദ കേണൽ ഓഫ് ഫൈ. അത് നമ്മൾ പറയാം കേണൽ ഓഫ് ഫൈ എന്നാണ് ഡിനോട്ട് ചെയ്യുക കെർ ഫൈ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇതാണ്. കേണൽ ഫൈ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെന്റ്സുകളുടെ കളക്ഷൻ ആണ്. അത് എപ്പോഴും എന്തായിരിക്കും, ജി ഡാഷിന്റെ സബ് ഗ്രൂപ്പ് ആയിരിക്കും, സോറി ജിയുടെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, കേണൽ ഫൈ എന്നത് ഇസ് ഓൾവേസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി, ജിയുടെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് വെച്ചുള്ള ക്ലിയർ ആണ് പറയണത്. ലെറ്റ് ഫൈ ഫ്രം ജി ടു ജി ഡാഷ് ബി എ group homomorphism and let H is equal to kernel phi, let A belongs to G
then the set phi inverse of phi of A is equal to set of all x belongs to G, phi of x equal to phi of A. അതായത് നമുക്ക് phi എന്നത് G നിന്ന് G ഡാഷിലേക്കുള്ള ഒരു ഹോമോമോർഫിസം ആണ് തന്നിട്ടുണ്ട്. പിന്നെ h എന്നത് കേണൽ phi ആണ്. കേണൽ phiക്ക് നമ്മൾ എന്ത് പേരെടുത്തു? h എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. That is set of all x like that phi of x equal to phi of A is the left coset AH of H and it is the right coset of HA of H. അതായത് ഈ സെറ്റ് ഇതിനൊരു എ എന്ന് പേര് കൊടുക്കുകയാണെന്ന് വെച്ചാൽ സെറ്റ് എ പേര് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാം, എ ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് കോസറ്റ് എ എച്ച് ആവണം ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് കോസറ്റ് എച്ച് ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മളെ തിയറം പറയുന്നത്. ഇവിടെ എന്താണ് എച്ച് എന്താണ് കേണൽ ആണെങ്കിൽ എച്ച് ഈസ് കേണൽ ഫൈ. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ തിയറാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ തിയറം പറഞ്ഞതാണ് ജി എന്ന ഫൈ എന്നത് ജി എന്ന് ജി ഡാഷിലേക്ക് ഹോമോമോർഫിസവും എച്ച് എന്നത് കേണൽ ഫൈയും ആണെങ്കിൽ ജിക്കകത്ത് ഏതൊരു എ എടുത്താലും ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എ ഈസ് ദ ലെഫ്റ്റ് കോസറ്റ് എ എച്ച് ആൻഡ് ഇറ്റ് ഈസ് ദ right coset HA. Consequently, the two partitions of G into left coset and into right cosets are same. Left coset ഉം right coset ലേക്കുള്ള partitions same ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. We have to prove that if A is equal to AH is equal to HA എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടാണ് ചെയ്യണം. ആദ്യം A is equal to AH എന്ന് പ്രൂവ് ചെയ്യും. അടുത്തത് A is equal to എച്ച് എന്ന് പ്രൂവ് ചെയ്യും. രണ്ട് കേസായിട്ടാണ് പ്രൂവ് ചെയ്യുക. അപ്പോൾ തുടക്കം വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതി. ലെറ്റ് ജി എന്നുള്ളത് ജി എന്ന് ഫൈ എന്നത് ജി എന്ന് ജി ഡാഷിലേക്കുള്ള ഒരു ഹോമോമോർഫിസം ആണ്. എച്ച് ഇസ് ദ കേണൽ ഫൈ. ഓക്കെ, അപ്പോൾ ഫൈ ഇസ് എ ഹോമോമോർഫിസം എന്നും എച്ച് ഇസ് എ കേണൽ ഫൈ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ആൻഡ് നമുക്ക് തന്ന സെറ്റ് നമ്മൾ എ എന്ന് പേര് കൊടുത്തു. എ ഇസ് ഈക്വൽ ടു phi inverse of phi of A is equal to x belongs to G and phi of x belongs to G such that phi of x equal to phi of A. Phi of x ഉം phi of A ഈക്വൽ ആവുന്ന എലമെന്റ്സുകളുടെ കളക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് A is equal to AH എന്ന് പ്രൂവ് ചെയ്യണം. A is equal to AH എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ എന്ത് ചെയ്യണം? A is a subset of AH എന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ എന്ത് ചെയ്യണം? AH is a subset of A എന്ന് പ്രൂവ് ചെയ്യണം. അല്ലേ? A equal to B, സെറ്റ് A equal to B എന്ന് കാണിക്കാം, A സബ്സെറ്റ് B എന്നും B സബ്സെറ്റ് A എന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടെണ്ണം പ്രൂവ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് പ്രൂവ് ചെയ്യണ കേസ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്, നമുക്ക് കാണിക്കേണ്ടതാണ് A സബ്സെറ്റ് AH. A സബ്സെറ്റ് AH എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എക്ക് അകത്ത് നമ്മൾ എന്തെടുത്തു? ലെറ്റ് ചൂസ് എനി എക്സ് ബിലോങ്സ് ടു എ എന്നൊരു എലമെന്റ് എവിടെ നിന്ന് എടുത്തു? എക്സിൽ നിന്ന് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സിനകത്ത് എലമെന്റ്സിന്റെ പ്രത്യേകത എന്താ? സോറി, എക്കകത്തെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താ? phi of x equal to phi of a. അപ്പോൾ അവിടുത്തെ പറയാൻ പറ്റും therefore phi of x is equal to phi of a. Okay, x എന്നത് a എന്ന സെറ്റിനകത്ത് എലമെന്റ് ആണ്. എക്ക് അകത്ത് phi of x equal to phi of a ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? x belongs to a implies phi of x equal to phi of a. രണ്ട് പുറത്ത് നമ്മൾ phi of a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? therefore phi of a ഇൻവേഴ്സ് into phi of x is equal to phi of a ഇൻവേഴ്സ് into phi of a. രണ്ട് പുറത്തും phi of a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. therefore we get phi of a inverse into phi of x is equal to phi of a inverse into phi
ഫൈ ഓഫ് എ, ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി ഫൈ ഓഫ് എ ഇൻ ഹോമോമോർഫിസം പ്രോപ്പർട്ടി പറയാം. ഫൈ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി നമുക്ക് ഫൈ ഓഫ് എ ബി എന്ന് എഴുതാം. Therefore this is equal to phi of A inverse into A. അല്ലെ, ഹോമോമോർഫിസം പ്രോപ്പർട്ടി പ്രകാരം ഇത് നമുക്ക് ഒന്നാക്കി എഴുതാം. എ ഇൻവേഴ്സ് ഇൻറ്റു എ പറഞ്ഞാൽ എന്താ, ഐഡന്റിറ്റി എന്താ, ഫൈ ഓഫ് ഇ. ഫൈ ഓഫ് ഇ പറഞ്ഞാൽ ആരാണ്, ഇ ഡാഷ്. സോ വി ഗെറ്റ്, ഇപ്പൊ കിട്ടിയത് എന്താ, ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ ഡാഷ് എന്ന് കിട്ടി. ഓക്കെ, എഴുതി നമ്മൾ ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ ഡാഷ്. ഇവിടെ ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് ഐഡന്റിറ്റി ഓഫ് ജി ഡാഷ് ആണ്. ഇ എന്നത് ജിക്കകത്ത് ഐഡന്റിറ്റിയാണ്. ഇ എന്നത് ജിക്കകത്ത് ഐഡന്റിറ്റിയും ഇ ഡാഷ് എന്നുള്ളത് ജി ഡാഷിനകത്ത് ഐഡന്റിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അപ്പോൾ ദെർഫോർ ഇത് നമുക്ക് എന്ത് എഴുതാം, ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു ഇ ഡാഷ് എന്ന് കിട്ടും അല്ലേ. ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് നമുക്ക് എന്ത് എഴുതാം, ഫൈ ഓഫ് എ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ഫൈ ഓഫ് എ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ഇ ഡാഷ്. ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ ആരാ, ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് ഓൾ അല്ലേ, ഇത് ഐഡന്റിറ്റി ഓഫ് ജി ആണ്. ഇ ഡാഷ് എന്നുള്ള ഐഡന്റിറ്റി ഓഫ് ജി ആണ്. അപ്പൊ ഐഡന്റിറ്റിയിലേക്കാണ് ആരെ മാപ്പ് ചെയ്യണത് അല്ലേ. ഫൈ ഓഫ് എ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ഇ ഡാഷ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ, എ ഇൻവേഴ്സ് എക്സ് മാപ്പ് ഇൻ ടു ഇ ഡാഷ്. അപ്പൊ ഐഡന്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുക, കേണൽസ് എന്നാണ് അല്ലെ. അത് കേണൽ എന്നുള്ള ഗ്രൂപ്പിനകത്ത് ഉണ്ടാവും. സോ ഫ്രം ദിസ് which implies A inverse into X belongs to kernel phi. Okay, അപ്പോൾ ഈ ലൈൻ ഒന്നുകൂടി പറയാം. ഫൈ ഓഫ് എ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ഇ ഡാഷ് എന്ന് കിട്ടി. അതായത് എ ഇൻവേഴ്സ് എക്സ് എന്നത് ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്, ഐഡന്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. ഐഡന്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെന്റ്സിനൊക്കെ നമ്മൾ പറയാ അത് കേണൽ ഫൈക്ക് അകത്തുണ്ടെന്ന് പറയാം. അതുകൊണ്ട് എ ഇൻവേഴ്സ് എക്സ് ബിലോങ്സ് ടു കേണൽ ഫൈ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് വി ഗെറ്റ് എ ഇൻവേഴ്സ് എക്സ് ബിലോങ്സ് ടു കേണൽ ഫൈ എന്ന് കിട്ടി. നമ്മൾ തിയറം പ്രകാരം കേണൽ ഫൈ എന്ന് പറഞ്ഞാൽ ആരാണ്, എച്ച് ആണ്. വിച്ച് ഇംപ്ലൈസ് എ ഇൻവേഴ്സ് എക്സ് ബിലോങ്സ് ടു എച്ച്. എ ഇൻവേഴ്സ് എക്സ് എവിടെ ഉണ്ട്, എച്ചിനകത്തുണ്ട്. വിച്ച് ഇംപ്ലൈസ് രണ്ടിടത്ത് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എ ബിലോങ്സ് ടു എ എച്ച് അല്ലേ. എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താവും, എ ഇൻറ്റു എ ഇൻവേഴ്സ് ഐഡന്റിറ്റി ആവും. സോ വി ഗെറ്റ് എക്സ് ബിലോങ്സ് ടു എ എച്ച് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എക്സ് എവിടുന്ന് എടുത്തത്, വി ടേക്ക്, നമുക്ക് എടുത്തത് എക്സ് ബിലോങ്സ് ടു എ എന്നാണ് എടുത്തത്. വി ഗെറ്റ് എക്സ് ബിലോങ്സ് ടു എ എച്ച്. Therefore x arbitrary ആയതുകൊണ്ട് we can say that A is a subset of AH. A എന്നത് AH ന്റെ സബ്സെറ്റ് ആണ്. ഇനി നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പറയാം. To show that A is equal to AH, choose any x belongs to A. അങ്ങനെ x belongs to A ആണെങ്കിൽ phi of x equal to phi of A എന്ന് എഴുതാം. അപ്പോൾ രണ്ട് പുറത്തും phi of A inverse കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, phi of A inverse into phi of x is equal to phi of A inverse into phi of x. ഹോമോമോർഫിസം പ്രോപ്പർട്ടി പ്രകാരം phi of A inverse A എന്ന് എഴുതാം. A inverse A ഐഡന്റിറ്റി ആണ്. അപ്പോൾ phi of E എന്ന് എഴുതാം. phi of E എന്താണ്, E ഡാഷ് ആണ്. നമ്മൾ ഇന്നലെ തിയറത്തിൽ പ്രൂവ് ചെയ്തു. phi of E is equal to E ഡാഷ്. സോ ഇവിടെ നമുക്ക് E ഡാഷ് എന്നുള്ളതും E എന്നുള്ളതും ഐഡന്റിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയത് നമ്മൾ ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. നമുക്ക് കിട്ടിയതാണ് phi of A inverse into phi of x equal to E dash. ഇവിടെ നമ്മൾ ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ we get phi of A inverse x is equal to E dash. phi of A inverse x equal to E dash എന്ന് പറഞ്ഞർത്ഥം A inverse x എന്നുള്ളത് E ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് A inverse x എവിടെ ഉണ്ട്, belongs to kernel phi. kernel phi എന്ന് പറഞ്ഞാൽ h ആണ്. അപ്പോൾ A inverse x belongs to h. Therefore A into A inverse x belongs to AH. A into A inverse എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ആണ്. Therefore x belongs to AH. അപ്പോൾ x belongs to A എടുത്തപ്പോൾ x belongs to AH എന്ന് കിട്ടി. Therefore A is a subset of AH എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഇതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് പ്രൂവ് ചെയ്യണത്. നമുക്ക് തിരിച്ച് എന്ത് പ്രൂവ് ചെയ്യണം, AH
പ്രൂവ് ചെയ്യേണ്ടത് എ എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എവിടുന്ന് എലമെന്റ് എടുക്കണം, എ എച്ച് എന്ന എലമെന്റ് എടുക്കണം. ലെറ്റ് വൈ ബിലോങ്സ് ടു എ എച്ച്. വൈ എന്നത് എ എച്ചിൽ എടുത്തു. അപ്പോൾ എ എച്ചിനകത്ത് ആൾക്കാരൊക്കെ ഏത് രൂപത്തിലാണ്? ദർഫോർ വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സ്മോൾ എച്ച് വേർ എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച്. ക്യാപിറ്റൽ എച്ചിനകത്ത് ഏതോ ഒരു എച്ച് എ ഇൻറ്റു എച്ച് എന്നുള്ള രൂപത്തിലായിരിക്കും ആരുണ്ടാവുക, വൈ ഉണ്ടാവുക. ഓക്കെ, ഫൈ ഓഫ് എച്ച് എന്താ വരിക? ഫൈ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ ഇ ഡാഷ് ആണ്. കാരണം എന്തുകൊണ്ടാ? എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ആണ്. അപ്പോൾ എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ബിലോങ്സ് ടു കേണൽ ഫൈ ആണ്. നമ്മൾ തിയറ പ്രകാരം എച്ച് എന്ന് പറഞ്ഞാൽ ആരാണ്? കേണൽ ഫൈ. കേണൽ ഫൈ ആണെന്ന് പറഞ്ഞ അർത്ഥം ആ എച്ചിന്റെ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? ഐഡന്റിറ്റി ആയിരിക്കും. ദർഫോർ ഫൈ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇ ഡാഷ് ആവും. ഓക്കെ, നമ്മളൊന്നുകൂടി പറയാം. എ എച്ച് ബിലോങ്സ് ടു എ എച്ച് സബ്സെറ്റ് എ എന്ന് കാണിക്കണം. അതിന് വൈ ബിലോങ്സ് ടു എ എച്ച് എന്ന് എടുത്തു. വൈ ബിലോങ്സ് ടു എ എച്ച് ആണെന്ന് വെച്ചാൽ വൈ ഇസ് ഈക്വൽ ടു എ എച്ച് ഫോർ സം എച്ച് ബിലോങ്സ് ടു എച്ച് എന്ന് എഴുതാം. എച്ച് ബിലോങ്സ് ടു എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ബിലോങ്സ് ടു കേണൽ ഫൈ എന്നർത്ഥം. കേണൽ ഫൈക്കകത്ത് എല്ലാ എലമെന്റ്സും ഇ ഡാഷിലേക്കാണ് മാപ്പ് ചെയ്യുക. അപ്പോൾ ഫൈ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ഇ ഡാഷ് എന്ന് കിട്ടും. ഓക്കെ, ഫൈ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ഇ ഡാഷ്. അപ്പോൾ ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ഐഡന്റിറ്റി ഓഫ് ജി ഡാഷ് ആണ്, നമുക്കറിയാം. ദർഫോർ ഫൈ ഓഫ് വൈ, ഫൈ ഓഫ് വൈ നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? എ എച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യാം? ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എച്ച്. ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എച്ച് നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എച്ച് എന്താ? ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ഇ ഡാഷ് ഐഡന്റിറ്റി ആയതുകൊണ്ട് ഫൈ ഓഫ് എ എന്ന് കിട്ടും. ദർഫോർ വി ഗെറ്റ് എന്താ കിട്ടുക? നമുക്ക് ഇപ്പോൾ ഇത്ര ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഫൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ. ഫൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ആണെങ്കിൽ ദർഫോർ വൈ ബിലോങ്സ് ടു നമുക്ക് എന്താ പറയാൻ പറ്റും? എ അല്ലേ? എക്കകത്ത് ആൾക്കാരാണ് ഫൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ രൂപത്തിലുള്ള ആൾക്കാരൊക്കെ എവിടെ ഉണ്ടാവും? എക്കകത്ത് ഉണ്ടാവും. ദർഫോർ വൈ ബിലോങ്സ് ടു എ. സോ വി ഗെറ്റ് വൈ ബിലോങ്സ് ടു എ എച്ച് എന്ന് എടുത്തു, നമുക്ക് കിട്ടി വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ദർഫോർ we can say that AH is a subset of A. അപ്പോൾ ആദ്യം A സബ്സെറ്റ് AH എന്ന് കിട്ടി, ഇപ്പൊ AH സബ്സെറ്റ് A എന്ന് കിട്ടി. therefore A is equal to AH. അതാണ് നമ്മൾ പറഞ്ഞത്. ചൂസ് എനി y belongs to AH. y belongs to AH എന്ന് പറഞ്ഞാൽ y ഇൻറ്റു A ഇൻറ്റു സ്മോൾ എച്ച് എന്നുള്ള രൂപത്തിലാവും. സ്മോൾ എച്ച് ക്യാപിറ്റൽ എച്ചിനകത്തായിരിക്കും. ക്യാപിറ്റൽ എച്ചിനകത്ത് എലമെന്റ്സ് എല്ലാം കേണൽ ഫൈക്കകത്ത് എലമെന്റ്സ് ആണ്. കേണൽ ഫൈക്കകത്ത് എലമെന്റ്സിലൊക്കെ എവിടേക്കാണ് മാപ്പ് ചെയ്യുക? ഇ ഡാഷിലേക്കാണ് മാപ്പ് ചെയ്യുക. therefore ഫൈ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ഇ ഡാഷ്. ഇനി ഫൈ ഓഫ് വൈ നമുക്ക് എന്ത് എഴുതാം? ഫൈ ഓഫ് എ എച്ച് എന്ന് എഴുതാം. ഹോമോമോർഫിസം പ്രോപ്പർട്ടി പ്രകാരം ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എച്ച് എന്ന് എഴുതാം. ഫൈ ഓഫ് എച്ച് എന്താണ്? ഇ ഡാഷ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഇ ഡാഷ്. ഇ ഡാഷ് ഐഡന്റിറ്റി അതുകൊണ്ട് എന്ത് കിട്ടും? ഫൈ ഓഫ് എ എന്ന് കിട്ടും. therefore we get ഫൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ. therefore ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ വൈ എവിടെ ഉണ്ടാവും? ക്യാപിറ്റൽ എക്കകത്ത് ഉണ്ടാവും. therefore y belongs to capital A. അപ്പോൾ y belongs to ലെഫ്റ്റ് കോസെറ്റ് എടുത്തപ്പോൾ y belongs to A എന്ന് കിട്ടി. therefore ലെഫ്റ്റ് കോസെറ്റ് is a subset of capital A. അപ്പോൾ ആദ്യം കിട്ടിയത് A is a subset of ലെഫ്റ്റ് കോസെറ്റ് എന്നും അപ്പോൾ ലെഫ്റ്റ് കോസെറ്റ് subset of A എന്നും കിട്ടി. therefore A subset B and B subset A implies A equal to B. therefore A is equal to AH. ഒരു ഭാഗം പ്രൂവ് ചെയ്തു. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെടുക്കാം? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ ഇസ് ഈക്വൽ ടു എച്ച് എ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പോലെ ഒരു എക്സ് ബിലോങ്സ് ടു എ എടുത്തു. എക്സ് ബിലോങ്സ് ടു എ ആണെങ്കിൽ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ എന്ന് കിട്ടും. രണ്ട് പുറത്തും എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിൽ ഇതുവരെ നമ്മൾ എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ എ മൾട്ടിപ്ലൈ ചെയ്യാം. ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ ഇൻവേഴ്സ്. ചെറിയ വ്യത്യാസമുള്ളൂ. നേരത്തെ എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ലെഫ്റ്റ് സൈഡിലായിരുന്നു. ഇവിടെ റൈറ്റ് കോസെറ്റ് കാണിക്കാൻ റൈറ്റ് സൈഡിൽ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു
phi of A inverse is equal to phi of A into phi of A inverse ആണ് നമുക്ക് കിട്ടിയത്. ഇവിടെ എന്ത് ചെയ്യുക, ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു phi of A into phi of A into A inverse എന്ന് കിട്ടും. അതെന്താണ്, ഐഡന്റിറ്റിയാണ്, phi of E is E dash. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് phi of x into phi of A dash is equal to E dash എന്ന് കിട്ടി. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാണ്, phi of x into phi of A inverse is equal to E dash. അങ്ങനെ അടുത്ത ഇവിടെ എന്ത് ചെയ്യുക, ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ phi of x into A inverse is equal to E dash. E dash എന്ന് പറഞ്ഞാൽ ആരാണ്, h ആണ്, അതായത് സോറി, therefore ഈ എക്സ് ഇ ഡാഷിനെ എങ്ങനെ മാപ്പ് ചെയ്യണം, എക്സ് എ ഡാഷിനെ ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എക്സ് എ ഡാഷ് ബിലോങ്സ് ടു കേർണൽ ഫൈ. കേർണൽ ഫൈ എന്ന് പറഞ്ഞാൽ ആരാണ്, എച്ച്. therefore we get x into a dash belongs to h, which implies x a dash into a belongs to h a. രണ്ടുത്തേക്ക് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, which implies x into a dash a belongs to h a. therefore ഇതെന്താവും, ഐഡന്റിറ്റി ആവും, which implies x belongs to h a. അപ്പോൾ നമുക്ക് കിട്ടിയത് എടുത്തതെന്താണ്, നമ്മൾ സപ്പോസ് ചെയ്തു x belongs to a എടുത്തു, നമുക്ക് കിട്ടിയത് എന്താണ്, x belongs to h a. therefore we can say that x belongs to a implies x belongs to h a. therefore a is a subset of h a. ഇതാണ് നമ്മളെ ഫസ്റ്റ് കണ്ടീഷൻ. നമ്മൾ എന്ത് എടുത്തു, എക്സ് ബിലോങ്സ് ടു എ എടുത്തു. എക്സ് ബിലോങ്സ് ടു എ ആണെങ്കിൽ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ ആയിരിക്കും. രണ്ട് പുറത്തും റൈറ്റ് സൈഡിൽ, നമ്മൾ റൈറ്റ് കോസെറ്റ് ഈക്വൽ ടു എ എന്ന് കാണിക്കാൻ റൈറ്റ് സൈഡിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു phi of x into phi of a inverse is equal to phi of a into phi of a inverse. റൈറ്റ് സൈഡിൽ ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ phi of a into phi of a inverse നമുക്ക് phi of a into a inverse എന്ന് എഴുതാം. a into a inverse എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റിയാണ്, phi of e എന്ന് പറഞ്ഞാൽ e dash. ഇനി e dash ഐഡന്റിറ്റി ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ, ലെഫ്റ്റ് സൈഡിൽ ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാണ്. ലെഫ്റ്റ് സൈഡിൽ ഹോമോമോർഫിസം പ്രോപ്പർട്ടി ആകുമ്പോൾ phi of x a inverse is equal to e dash എന്ന് കിട്ടും. അതായത് എക്സ് എ ഇൻവേഴ്സിനെ ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യാൻ അർത്ഥം ഇ ഡാഷ് ഐഡന്റിറ്റിയാണ്. അപ്പോൾ എക്സ് എ ഇൻവേഴ്സ് എവിടെ ഉണ്ട്, കേർണൽ ഫൈക്കകത്തുണ്ട്. കേർണൽ ഫൈ എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. therefore we get x a inverse belongs to h. therefore x a inverse into a belongs to h a. therefore x belongs to h a. so we get a is a subset of h a എന്ന് കിട്ടും. ഇനി നമുക്ക് തിരിച്ചും കൂടി പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പോലെ എന്തൊക്കെയാണ്, ചൂസ് y ബിലോങ്സ് ടു എച്ച് എ. y എന്നത് എച്ച് എക്ക് അകത്തുണ്ടെന്ന് എടുത്തു. therefore y is equal to h a for some h belongs to capital H. ക്യാപിറ്റൽ എച്ചിനകത്ത് ഏതോ ഒരു സ്മോൾ എച്ചിന് y is equal to h എന്ന് എഴുതാം. h belongs to h ആയതുകൊണ്ട് phi of h എപ്പോഴും എന്തായിരിക്കും, e dash ആയിരിക്കും. കാരണം കേണൽ എച്ച് എന്ന് പറഞ്ഞാൽ കേണലാണ്. എച്ച് ബിലോങ്സ് ടു എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ബിലോങ്സ് ടു കേണൽ. കേണലിലേക്ക് മാപ്പ്, കേണലിലെ എല്ലാ എലിമെന്റ്സും എങ്ങനെ മാപ്പ് ചെയ്യാം, ഇ ഡാഷിലേക്ക്. അപ്പോൾ ഫൈ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ഇ ഡാഷ് ആണ് കിട്ടുക. therefore നമ്മൾ നേരത്തെ ചെയ്ത അതേമാതിരി ഫൈ ഓഫ് വൈ എടുത്തു. ഫൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് വൈക്ക് പകരം കൊടുക്കാം എച്ച് എ. ഹോമോമോർഫിസം പ്രോപ്പർട്ടി പ്രകാരം ഫൈ ഓഫ് എച്ച് ഇൻറ്റു ഫൈ ഓഫ് എ. phi of h എന്ന് പറഞ്ഞാൽ e dash into phi of a, which is equal to phi of a എന്ന് കിട്ടും. okay, so we get phi of y is equal to phi of a. phi of y is equal to phi of a implies y belongs to a. അപ്പോൾ y belongs to, നമ്മൾ ചൂസ് ചെയ്ത് y belongs to h എന്നാണ്, നമുക്ക് കിട്ടിയത് y belongs to a എന്നാണ്. therefore y belongs to h a implies y belongs to a. that is h a is a subset of a. ആദ്യം കിട്ടിയത് a subset h എന്നാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റും a is equal to h. therefore a is the left coset containing a
and A is the right coset containing A എന്ന് എഴുതാൻ പറ്റും. Okay, hence our theorem. ഇതൊന്നുകൂടി നോക്കാം. Y belongs to H എടുത്ത് Y belongs to H എന്ന് പറഞ്ഞിട്ട് Y is equal to HA for some H belongs to capital H എന്ന് എഴുതാം. H capital H ആയതുകൊണ്ട് phi of H എപ്പോഴും E dash ആയിരിക്കും. Phi of Y is equal to Y ക്ക് വരെ HA കൊടുത്തു. Homomorphism property അപ്ലൈ ചെയ്തു. Phi of H is equal to E dash. Therefore phi of A. Hence our proof. ജസ്റ്റ് ചെറിയൊരു കൊറോളറിയും കൂടി ഉണ്ട്. കൊറോളറി പറയുന്നതാണ് ലെറ്റ് എ ഗ്രൂപ്പ് homomorphism phi from G to G dash is 1 to 1 എന്ന് അർത്ഥം 1 map if and only if kernel phi is equal to A dash. അതായത് phi എന്നത് 1 ആവണമെങ്കിൽ കേർണൽ phi എപ്പോഴും എന്തായിരിക്കണം ഐഡന്റിറ്റി ആവണം. ഓക്കെ, അത് അങ്ങോട്ട് കൂടി പ്രൂവ് ചെയ്യാണ്ട് phi 1 ആവണമെങ്കിൽ കേർണൽ phi is equal to എന്തായിരിക്കണം ഐഡന്റിറ്റി ആവണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്ന കാര്യങ്ങൾ എഴുതി. phi from G to G dash എന്താണ് ഈസ് ഹോമോമോർഫിസം അല്ലേ, ഇതൊരു എന്താണ് ഹോമോമോർഫിസം ആണ്. ഇനി നമ്മൾ എന്തെടുത്തു, ഫസ്റ്റ് ലെറ്റ് phi ഈസ് 1 phi 1 ആണെന്ന് എടുത്തു. അങ്ങനെയുള്ള കേസ് പ്രൂവ് ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, പ്രൂവ് ചെയ്യേണ്ടത് കേർണൽ phi ഈസ് ഈക്വൽ ടു ഇ. കേർണൽ ഫൈക്കകത്ത് ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ എന്നാണ് പ്രൂവ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ phi ഈസ് 1 അപ്പോൾ നമുക്ക് phi എന്താണ് ഹോമോമോർഫിസം ആണ്. അപ്പോൾ നമ്മളെ പ്രോപ്പർട്ടി പ്രകാരം ഫസ്റ്റ് തിയറി പ്രകാരം നമുക്കറിയാം phi ഓഫ് ഇ എപ്പോഴും ഇതായിരിക്കും ഇ ഡാഷ് ആയിരിക്കും. ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഹോമോമോർഫിസം phi ഓഫ് ഇ ഇസ് ഈക്വൽ ടു ഇ ഡാഷ് അല്ലേ. ഹോമോമോർഫിസത്തിന്റെ പ്രോപ്പർട്ടി പ്രകാരം phi ഓഫ് ഇ എന്തായിരിക്കും ഇ ഡാഷ് ആയിരിക്കും. നമുക്കറിയാം phi 1 ആണ്. 1 അർത്ഥം എന്താ, ഒരു എലമെന്റിലേക്ക് മാത്രമേ മാപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇ ഡാഷിലേക്ക് ആരെ മാത്രമേ മാപ്പ് ചെയ്യുള്ളൂ, ഇനെ മാത്രമേ മാപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, അതായത് ഇ ഡാഷ് ഇസ് ഈക്വൽ ടു phi ഓഫ് ഇ ആണ്. അതുകൊണ്ട് ഇക്ക് എന്തുണ്ടാവുള്ളൂ, ഇ ഡാഷിലേക്ക് ഒരു എലമെന്റ് മാത്രമേ മാപ്പ് ചെയ്യുള്ളൂ, അതേതാണ് ഇ ആണ്. Therefore since phi is 1 and phi of E is equal to E dash, ഇത് രണ്ടും ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore kernel phi is equal to set of all x belongs to G, phi of x is equal to E dash. ഇതല്ലേ kernel phi യുടെ ഇക്വേഷൻ, is equal to ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, സെറ്റ് E മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം phi 1 ആയതുകൊണ്ട് phi 1 എന്ന് പറഞ്ഞ അർത്ഥം കോഡൊമൈനകത്ത് ഒരു എലമെന്റിന് ഒരു പ്രീ ഇമേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇ ഡാഷിന് ഒരേ ഒരു പ്രീ ഇമേജ് ഉണ്ടാവുള്ളൂ, അത് ആരാണ്, ഇ ആണ്, നമുക്കറിയാം. ഓക്കെ, അതുകൊണ്ട് കേർണൽ phi എപ്പോഴും എന്തായിരിക്കും ഐഡന്റിറ്റി ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട്. phi എന്നത് ഹോമോമോർഫിസം ആണ്. phi ഈസ് 1 അസ്യൂം ചെയ്തു. phi ഹോമോമോർഫിസം ആയതുകൊണ്ട് ഹോമോമോർഫിസം പ്രോപ്പർട്ടി പ്രകാരം phi ഓഫ് ഇ ഇസ് ഈക്വൽ ടു ഇ ഡാഷ് ആണ്. വേർ ഇ ഇസ് ഐഡന്റിറ്റി ഓഫ് ജി and E dash is identity of G dash ആണ്. phi 1 ആയതുകൊണ്ട് E is the only element mapped into E dash. E ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരേ ഒരു എലമെന്റ് ആര് മാത്രമാണ്, E മാത്രമാണ്. Therefore kernel phi is equal to set E. ഇനി നമുക്ക് തിരിച്ചു പ്രൂവ് ചെയ്യണം, കോൺവേഴ്സ്ലി പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് അസ്യൂം ചെയ്തു, ലെറ്റ് കേർണൽ phi is equal to set E. കേർണൽ ഫൈക്കകത്ത് ആര് മാത്രമേ ഉള്ളൂ, സെറ്റ് ഇ മാത്രമേ ഉള്ളൂ എന്ന്. കേർണൽ ഫൈക്കകത്ത് സെറ്റ് ഇ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് phi ഈസ് 1 phi 1 ആണ് പ്രൂവ് ചെയ്യണം. phi 1 ആണ് പ്രൂവ് ചെയ്യാൻ phi ഓഫ് എ ഇസ് ഈക്വൽ ടു phi ഓഫ് ബി ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു ലെറ്റ് phi of A is equal to phi of B. Phi of A is equal to phi of B ആണ് എടുത്തു. phi of A equal to phi of B ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, രണ്ട് സൈഡിലും phi of B ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, phi of A into phi of B inverse is equal to phi of B into phi of B inverse അല്ലേ. phi of B into phi of B inverse എന്ന് പറഞ്ഞാൽ ആരാണ്, ഐഡന്റിറ്റി ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു
phi of A into phi of B inverse is equal to E dash എന്ന് കിട്ടും അല്ലേ. ഇത് ഹോമോമോർഫിസം ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഹോമോമോർഫിസം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് which implies phi of A into B inverse is equal to E dash. Yeah. Therefore എ ബി ഇൻവേഴ്സിനെ എങ്ങനെ മാപ്പ് ചെയ്യണം, ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും, എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു കേണൽ ഫൈ. എ ബി ഇൻവേഴ്സ് കേണൽ ഫൈയിൽ എലമെന്റ് ആണ്. പക്ഷെ നമുക്കറിയാം കേണൽ ഫൈക്കകത്ത് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, കേണൽ ഫൈക്കകത്ത് ആര് മാത്രമേ ഉള്ളൂ, സെറ്റ് ഇ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എ ബി ഇൻവേഴ്സ് ആരായിരിക്കും, ഇ ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ. ക്ലിയർ ആയോ? നമ്മൾ ഇത്രേ ഉള്ളൂ. ഫൈ ഓഫ് എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ ഡാഷ് എന്ന് കിട്ടി. അപ്പോൾ എ ബി ഇൻവേഴ്സിനെ എങ്ങനെ മാപ്പ് ചെയ്യുന്നത്, ഇ ഡാഷിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ എ ബി ഇൻവേഴ്സ് എവിടെ ഉണ്ട്, കേണൽ ഫൈക്കകത്തുണ്ട്. കേണൽ ഫൈ എന്ന് പറഞ്ഞാൽ സെറ്റ് ഇ മാത്രമാണ്. കേണൽ ഫൈക്കകത്ത് ആകെ ഒരേ ഒരു എലമെന്റേ ഉള്ളൂ, അതാരാണ്, ഐഡന്റിറ്റിയാണ്. അപ്പോൾ എ ബി ഇൻവേഴ്സ് കേണൽ ഫൈക്കകത്തുണ്ടെങ്കിൽ എ ബി ഇൻവേഴ്സ് ആരായിരിക്കും, ഐഡന്റിറ്റി ആയിരിക്കും. Therefore we get AB inverse is equal to E. AB inverse എന്ന് പറഞ്ഞാൽ E ആണ്. Which implies AB inverse into B is equal to A into B. Which implies A into B inverse B is equal to B. Therefore A is equal to B. അപ്പോൾ നമുക്ക് എടുത്തത് എന്താണ്, അസ്യൂം ചെയ്തതാണ് phi of A equal to phi of B എന്ന് എടുത്തു. നമുക്ക് കിട്ടിയത് A equal to B. Therefore phi is 1 1. phi എന്നത് 1 1 ആണ്. അതാണ് കേണൽ. Conversely suppose that kernel phi is equal to set E, then for any A comma B belongs to G, phi of A equal to phi of B implies phi of A into phi of B inverse is equal to phi of B into phi of B all inverse is equal to E dash. നമുക്കറിയാം ഫൈ ഓഫ് ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് ബി ഹോൾ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇവിടെ എന്താവും, ഐഡന്റിറ്റി ആവും. സോ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ ഡാഷ്. ഹോമോമോർഫിസം പ്രോപ്പർട്ടി പ്രകാരം ഫൈ ഓഫ് എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇ ഡാഷ് ആണ്. അപ്പോൾ എ ബി ഇൻവേഴ്സിനെ ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ എ ബി ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും, കേണൽ ഫൈക്കകത്ത് ഉണ്ടാവും. പക്ഷെ കേണൽ ഫൈക്കകത്ത് ആകെ ഒരേ ഒരു എലമെന്റേ ഉള്ളൂ, ആരാണ്, ഐഡന്റിറ്റിയാണ്. Therefore എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു, എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ ഡാഷ്. എ ബി ഇൻവേഴ്സ് ആരാണ്, ഇ ആണ്. അപ്പോൾ ബി ഇൻവേഴ്സ് കൊണ്ട് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് എ ഈക്വൽ ടു ബി. Therefore phi is 1 1. Thank you.